പെയറായിട്ട് കളിക്കുമ്പോൾ ഉണ്ടാവണേ എങ്ങനെയാണെന്ന് നോക്കാം. റെഡി? 1 2 3 4 5 6 7 8. ഇതാണല്ലോ സാധാരണ 8 സ്റ്റെപ്പ്. ഇവിടെ കൊട്ടി എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ഇനി മറ്റേ സൈഡിലേക്ക് വരുമ്പോഴേക്കും 1 2 3 4 5 6 ഇത്രയും എത്തിക്കഴിഞ്ഞാൽ താളമൊന്ന് മുറുകും. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾ അപ്പുറത്തേക്ക് എത്തും. കാണിക്കാം. 1 2 3 ഇങ്ങനെ അങ്ങ് ഇരിക്കും. എന്നിട്ട് ഇനി ഇതേ പേരിൻ്റെ കൂടെ തന്നെ 1 2 3 1 2 3. ഇനി വീണ്ടും താളം മാറും. 1 2 3 4 5 6 7 8. അപ്പോൾ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തി. ഇനി വീണ്ടും ഇപ്പോൾ നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് ആയിരുന്നു പെയറെങ്കിൽ ഇനി ഷോൾഡർ ടു ഷോൾഡറാണ് പെയർ വരിക. അപ്പോൾ ഇങ്ങനെയാണ് വരിക. എന്നിട്ട് ലെഫ്റ്റ് കൈയും റൈറ്റ് സൈഡിലെ കൈയും കൂടിയിട്ട് ഇങ്ങനെ വരും. 1 2 3. അപ്പോൾ ഇവിടുന്ന് ഒരാൾ കളിച്ച് വരുന്നുണ്ടാവും. അവരുടെ ഇപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ സൈഡിലേക്ക് അങ്ങ് പോകും. ഒന്നുകൂടെ കാണിച്ചു തരാം. 1 2 3 4 5 6 7 8. ഇനി ഈ പേരിൻ്റെ കൂടെ ആവും അടുത്ത കളി വരിക. 1 2 3 4 5 6 7 8. ഇനി ഇതിൻ്റെ രണ്ടാം കാലാണ് വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ താഴ്ന്നത് ഈ 1 കഴിഞ്ഞാൽ ഇവിടെ 3 താഴ്ന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതിനും താഴും, പിന്നത്തേനും താഴും. സ്പീഡ് വരുമ്പോൾ ആകെ കൂടെ നമ്മൾ ഒറ്റ തവണയേ താഴുള്ളൂ. ശ്രദ്ധിച്ചോളൂ കേട്ടോ. 1 2 3 4 5 6 7 8. അപ്പുറത്തെ പേരിൻ്റെ അടുത്തേക്ക് അങ്ങ് കറങ്ങിയെത്തി. അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോണവർ പുറകിലൂടെയും പോവും, റൈറ്റ് സൈഡിൽ പോണവർ ഫ്രണ്ടിൽ കൂടെയും പോവും. എന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും 1 2 3 4 5 6 7 8 തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ എത്തും. അത് ഒരു തവണ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തൊട്ട് 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ലെഫ്റ്റ് കൂടെ പോയി റൈറ്റ് സൈഡിൽ കൂടെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ 1 2 3 4 5 6 7 8. അതായത് 7 8.